എൻ്റെ പേര് കപില. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. ഇങ്ങനൊരു സാക്ഷി എനിക്കിപ്പം പറയാൻ പറ്റിയതിനും അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്ത് എനിക്കൊരു മോനുണ്ടായി. അതാണ് എൻ്റെ സാക്ഷി ഞാൻ പറയാൻ വന്നത്. 2017 എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞോടുകൂടെ ഹസ്ബൻഡിന് ജോലി അമേരിക്കയിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് 2018 തുടർച്ചയായി വയറുവേദന വന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോയി. ജസ്റ്റ് ഒരു വയറുവേദന കാണിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം അവിടെ പോയി ഡോക്ടർ സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റെയറായിട്ടുള്ള എൻഡോമെട്രിയോസിസ് എന്ന അസുഖമാണ് എനിക്കുള്ളതെന്നും അത് എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചോക്ലേറ്റ് സിസ്റ്റുകൾ ഓവറിയിൽ വരും. അപ്പം 2 ഓവറിയിലും മൾട്ടിപ്പിളായിട്ടുള്ള സിസ്റ്റും ലീഷൻസും ഉണ്ടെന്നും പ്രഗ്നൻസി പോസിബിൾ അല്ല എന്നും വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോഴും അവർ സെയിം ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരു വയറുവേദന കാണിക്കാൻ വേണ്ടി പോയെടുത്ത് പ്രഗ്നൻ്റ് ആവില്ല എന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം വേറൊരു സങ്കടം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒറ്റ മോനാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അവരുണ്ടായത് തന്നെ. അപ്പം ഞങ്ങൾക്കും സെയിം ഒരവസ്ഥ വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചു പോയി. ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്നു. ഹിന്ദുമത വിശ്വാസിയായിട്ട് പോലും ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതും ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇത് സിസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾക്ക് IVF ചെയ്താലും ഒരു 10% ചാൻസ് പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പോലും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരു ദിവസം സന്ധ്യയ്ക്ക് ഈശോയെ ഇങ്ങനെ സ്വർഗ്ഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ മിററിലോട്ട് നോക്കി ഒത്തിരി സമയം കരഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങനെ മിററിൽ നോക്കിയപ്പോൾ ഒരു ഗ്രേ കളറ് ഉടുപ്പിട്ടൊരു മാതാവിൻ്റെ ചിത്രം എനിക്ക് രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ എപ്പോഴും ഈ യൂട്യൂബിൽ ധ്യാനം കൂടുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ട് അന്ന് ധ്യാനം വന്നത് ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനമായിരുന്നു. അപ്പോൾ അതിൽ അന്ന് സാക്ഷ്യം കേട്ടത് തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവാതെ കുഞ്ഞുണ്ടായ ഒരു ലേഡിയുടെ ഒരു സാക്ഷിയാണ് ഞാൻ കേട്ടത്. അപ്പം തന്നെ ഞാൻ അമ്മേനെ വിളിക്കുകയും അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ കൃപാസനം പള്ളിയുണ്ടെന്നും ഇവിടെ അമ്മ മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടെന്നും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എനിക്ക് വേണ്ടിയെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വരികയും അമ്മയും അപ്പയും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ അടുത്ത എൻ്റെ ഒരു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമേരിക്കയിലാണ്. അപ്പം ഈ വെഞ്ചരിച്ച ഉപ്പും തേനും എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരാഴ്ചക്കുള്ളിൽ അത് കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കറക്റ്റ് ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ എന്തോ ഒരു അത്യാവശ്യത്തിന് നാട്ടിലോട്ട് വരികയും ഇവർ ഈ വെഞ്ചരിച്ച ഉപ്പും തേനും ഇവിടെ കൊടുത്തു വിടുകയും എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം മാതാവ് സഞ്ചാരിയാണ്, സമയത്തിന് മുകളിൽ ശക്തിയുണ്ട് എന്നൊക്കെ പറയുന്നത് എത്ര സത്യമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പം പ്രഗ്നൻ്റ് ആയി. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അത് പ്രഗ്നൻ്റ് ആവില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് തന്നെ നമ്മൾ പോയി. അവർ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അപ്പം അവർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാം, നമുക്ക് ഏത് ഓവറിയിലാണ് ആയതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് റൈറ്റ് ഓവറിയിലാണ്, സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചു. അതിനുശേഷം എനിക്ക് നല്ല നോർമലായി തന്നെ ഒരു മോനുണ്ടായി. മോന് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. മോൻ്റെ പേര് സിദ്ധാർത്ഥ്. അപ്പോൾ അതിന് ശേഷം 2-3 ഡോക്ടർമാരെ ഞാൻ ഈ എൻഡോമെട്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും കൊണ്ടുപോയി കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് നോർമലി പ്രഗ്നൻ്റ് ആയത്? ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളതാണല്ലോ. കാരണം അത്രയും ലീഷൻസും സിസ്റ്റും നിങ്ങളുടെ ഓവറിൽ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ എങ്ങനെ നോർമലി പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഇത് സാക്ഷിയൊന്നായിട്ട് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത്, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് അതൊക്കെ പാസ്സാവില്ല എന്നൊക്കെ വിചാരിച്ച സമയത്ത് ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടുള്ള ഒക്കെ എല്ലാ സമയത്തും എനിക്കത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് എനിക്കിവിടെ വന്ന് പറയാൻ ഇത്രയും ലേറ്റായത് ഞങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് വന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അതുപോലെ ഞാൻ ഇവിടെ വന്ന് പറയണം എന്ന് എന്തുകൊണ്ടാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ
ഒത്തിരി എന്നെപ്പോലെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവാതെ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയും വിശ്വസിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഉടമ്പടി ഇപ്പം ഞങ്ങൾ തന്നെ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുകയും അതുപോലെ കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുകയും, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് പത്രം കൊണ്ടുപോയി, ഇവിടുത്തെ കൃപാസന പത്രം കൊണ്ടുപോയി എല്ലായിടത്തും കൊടുക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. എല്ലാ ദിവസവും നമ്മൾ ഓരോ ആഴ്ചയും അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ ഞങ്ങൾ കൂടാറുണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ച് നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് നടക്കില്ല എന്ന് പറഞ്ഞാലും അത് നടക്കുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.